പൊന്നാനി നഗരസഭ കുടുംബശ്രീ CDS 1 നേതൃത്വത്തിൽ മൃഗ സംരക്ഷണ മേഖല പൊതു അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ആയാലും അതിലൊരു ത്രിപ്റ്റ് വാങ്ങി അടയ്ക്കുക അല്ലെങ്കിൽ അതിലൊരു വായ്പ എടുക്കുക അങ്ങനത്തെ ആളുകളായിട്ട് കുറേ ആളുകൾ അങ്ങനെ മാറിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൃഗസംരക്ഷണ മേഖലയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലൂടെ ഒരു സാമ്പത്തിക ശാക്തീകരണം വരുത്താൻ നിങ്ങളിപ്പോൾ സന്നദ്ധരാണെന്നാണ് വന്നതിൻ്റെ കാരണം. എല്ലാവർക്കും ഒരുമിച്ച് കഴിഞ്ഞില്ല, എന്നാലും ഘട്ടഘട്ടമായി നമുക്കതിനൊക്കെ ഇടപെടാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ നമ്മളതിനെ കൂടുതൽ ഇൻവോൾവ് ആവുമ്പോഴാണ് നമുക്കൊരു സംരംഭത്തിന് വിജയിക്കാൻ പറ്റുള്ളൂ. കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകളുടെ ഉന്നമനത്തിനും മൃഗസംരക്ഷണ മേഖലയിൽ സംരംഭം തുടങ്ങുന്നതിനും ആവശ്യമായ പരിശീലനം നൽകി. കോഴിയും കൂടും പദ്ധതിക്ക് അർഹരായവരെ കണ്ടെത്തി. അയൽക്കൂട്ടാംഗങ്ങളായ സ്ത്രീകൾക്ക് ഒരു കൈത്താങ്ങാണ് ഈ പദ്ധതി. അവർക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനും സ്വന്തം കാലിൽ നിൽക്കാനും പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി കുടുംബശ്രീ നടപ്പിലാക്കുന്നതെന്ന് CDS ചെയർപേഴ്സൺ M ധന്യ പറഞ്ഞു. ഒരു കോഴിക്കൂടും 20 കോഴിയും തീറ്റയും എന്നുള്ളൊരു പദ്ധതി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ എല്ലാ വാർഡിനകത്തും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. നല്ലൊരു വരുമാന മാർഗം നമ്മുടെ സ്ത്രീകൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്തരത്തില് അത് കണ്ടിട്ട് ഒരുപാട് സ്ത്രീകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു പദ്ധതി ഇനിയും വേണം എന്നുള്ള അഭിപ്രായം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. നമ്മുടെ CDSന്റെ ഈ ഒരു ടൈമിലുള്ള നമ്മുടെ മുഖ്യമായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ പൊന്നാനിയിലെ എല്ലാ സ്ത്രീകളും സ്വയം പര്യാപ്തരാവുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ത്രിപ്റ്റും ആന്തരിക വായ്പയെങ്കിലും അടയ്ക്കുന്ന രീതിയിലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന പൈസയായിട്ട് വേണം എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് ഇതിന് പുറകിലുണ്ട്. ശ്രീലക്ഷ്മി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കോർഡിനേറ്റർ ഷൈമ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചും വരുമാനം കണ്ടെത്തുന്നതിനെ കുറിച്ചും ക്ലാസ് എടുത്തു. AHCRPമാരായ രജിത, റാഫിന എന്നിവർ നേതൃത്വം നൽകി. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.